നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വിഷയത്തിലേക്ക് വരാം. നമ്മുടെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്, അദ്ദേഹം അധ്യക്ഷനായ ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി ഇപ്പോൾ അതായത് അവരിപ്പം LDFിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം LDF വോട്ട് പിടിച്ചതും അല്ലെങ്കിൽ പ്രകടനത്തിനായി രംഗത്തേക്ക് ഇറങ്ങിയതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ LDF കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വികസന പദ്ധതികളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പറയുമ്പോഴും നമുക്ക് ഉദാഹരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് ഒന്ന് നമ്മൾ എത്തി നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതിയാവും. അതായത് കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി അടുത്തുള്ള ഒരു സർക്കാർ സ്കൂളിലേക്കോ, അടുത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിലേക്കോ, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനങ്ങളിലേക്കോ നമ്മുടെ ചോദ്യം ചോദിക്കുന്ന ആളിനെ കൂട്ടിക്കൊണ്ടു പോയാൽ മാത്രം മതിയാവും. അവർക്ക് കേരളത്തിൽ നടന്നിട്ടുള്ള വികസനത്തിൻ്റെ ഒരു മാതൃക അവർ കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇപ്പം നമ്മൾ പറയുന്നില്ല, ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് ഇവിടെ ദേശീയപാത വികസനം ഇത്ര വേഗം സാധ്യമാക്കാനുള്ള കാരണക്കാരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായി പറയാം, ഇടത് സർക്കാരാണ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇടത് സർക്കാരാണെന്ന് പറയുന്നത്? പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ 30 മീറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് അവിടെ കേന്ദ്രത്തിന് മുമ്പിൽ പോയതുകൊണ്ട് അവിടെ സമരം ചെയ്തതാണ്. 30 മീറ്റർ ദേശീയപാത അതോറിറ്റി പറഞ്ഞു പറ്റില്ല, ഞങ്ങൾ 45 മീറ്ററാണ് ദേശീയപാത ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ എന്താണ്, ഈ 45 മീറ്ററൊക്കെ കേരളത്തിലെ സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയുക, അങ്ങനെ സ്ഥലം ഏറ്റെടുക്കലും നടക്കില്ല എന്ന് ഉമ്മൻചാണ്ടി ദേശീയപാത അതോറിറ്റിയെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു. അതോടുകൂടി ദേശീയപാത വികസനം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ പതുക്കെ ഇതൊക്കെ പൂട്ടിക്കെട്ടിയിട്ട് കേരളത്തിലെ അവരുടെ സേവനം മതിയാക്കിക്കൊണ്ട് അവർ നേരെ ഡൽഹിക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ അതേസമയം ഇത് നടപ്പിലാക്കാൻ വേണ്ടി 45 മീറ്റർ, എന്തുകൊണ്ട് 45 മീറ്റർ? നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വാഹന പോപ്പുലേഷൻ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും യാത്ര വേഗത്തിലാക്കണം. മണിക്കൂറുകളോളം പലയിടങ്ങളിലും പല ജംഗ്ഷനുകളിലും നമ്മൾ സിഗ്നലുകളിലും കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന യാത്രാ സൗകര്യങ്ങളാണ് നമുക്കുള്ളത്. അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയിൽ എവിടെയും സിഗ്നലുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ്. അപ്പോൾ ആ രീതിയിലാണ് ദേശീയപാത വികസനം 45 മീറ്റർ കൊണ്ട് ഇവിടെ സാധ്യമാക്കാൻ പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നേ. അപ്പം അതിലേക്ക് മാത്രം നോക്കിയാൽ മതി, ഇവിടെ വികസനം നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വികസനങ്ങളെ മാത്രം എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടത് സർക്കാരുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന എല്ലാം കാണിച്ച് പാലങ്ങൾ, ഇഷ്ടം പോലെ പാലങ്ങൾ, 200-ലധികം പാലങ്ങളാണ് അവർ കാണിച്ചു കൊടുക്കാനുള്ളത്. അതോടൊപ്പം ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയ നിരവധി പദ്ധതികളാണ് കാണിച്ചു കൊടുക്കാനുള്ളത്. ആരോഗ്യ മേഖലയിൽ എത്ര സൗജന്യമായി എത്ര കൊടുത്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് 60% നിയമനങ്ങൾ നടത്തിയ ഒരു സംസ്ഥാനമായി കേരളം മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതോടെ പെൻഷൻ 2500 എന്ന് പറയുന്നത് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. 2000 പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കും, 2000 പെൻഷൻ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച ചില പദ്ധതികൾ, അതായത് വീട്ടമ്മമാർക്കുള്ള 1000 രൂപ പെൻഷൻ പദ്ധതി, കണക്ട് വർക്ക് എന്ന് പറയുന്നൊരു പദ്ധതി, ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ തന്നെയായിരുന്നു. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ വികസന പദ്ധതികളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലുമെല്ലാം ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ നമ്മൾക്ക് നേരിടേണ്ടി വന്ന നിരവധി കടമ്പകളുമുണ്ട്. നമുക്കറിയാം, ഒരു പ്രളയം വന്നുപോയി 2018. അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ കോവിഡ് വന്നു, നമ്മളെല്ലാം അസ്തമിച്ചു നിന്നു ഏകദേശം 2 വർഷത്തിന് ശേഷം. അത് കഴിഞ്ഞപ്പോഴാണ് വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയാത്തവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയുന്ന ചില വികസന പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതായിരുന്നു സംസ്ഥാന സർക്കാർ ഇതുവരെയായി ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇനിയും അടുത്ത 5 വർഷത്തേക്ക് ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ സത്യത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇടത് സർക്കാർ ഒരു 5 വർഷം എന്ന് പറയുന്ന ഒരു കാലാവധി വെച്ചിട്ടല്ല ജനങ്ങളെ കാണാൻ നിൽക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് എത്ര വർഷം എന്നുള്ളതാണ്. അത് ജനങ്ങൾ വിജയിപ്പിക്കുന്നതനുസരിച്ച് ഇനി ഇപ്പം 3ആയി 4ആയി 5ആയി അങ്ങനെ കടന്നു പോകും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ അതാ പ്രകടന പത്രിക പുറത്തിറക്കാനുള്ള ഏകദേശ തീരുമാനങ്ങളായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോമസ് ഐസക്കാണ് അതിൻ്റെ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, 3500 രൂപയായിരിക്കും പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷനായി നൽകുന്നത്. അതായത് ഇപ്പോൾ വാർദ്ധക്യകാല പെൻഷനും എല്ലാം കൂടി ഒരുമിച്ചാക്കിയതിൽ നിന്നും 3500 രൂപ ഒരാൾക്ക് കിട്ടുകയാണ്. അതായത് വാർദ്ധക്യം രണ്ട് പേര് പെൻഷൻ മേടിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് 7000 രൂപയായിരിക്കും കിട്ടാൻ പോകുന്നത്. അവിടെ ഒരു വീട്ടമ്മയുണ്ടെങ്കിൽ അത് 1000 കൂടി വർദ്ധിച്ച് ഏകദേശം 8000-ലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ അവിടെ പഠിക്കുന്ന അഭ്യസ്തവിദ്യനായ ഒരു കുട്ടിയുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി ഏകദേശം 9000 രൂപ സംസ്ഥാന സർക്കാരിൽ നിന്ന് തന്നെ ഒരു കുടുംബത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കും. അതൊരു പക്ഷേ UDF പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സൗജന്യ യാത്ര നടപ്പിലാക്കും എന്നുള്ള കാര്യം. എന്നാൽ ഇവിടെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് സംസ്ഥാന സർക്കാർ ഈ പറയുന്ന പോലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ സംസ്ഥാനത്ത് സൗജന്യമായി ഇവർക്ക് ഈ പറയുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് അല്ലെങ്കിൽ സൗജന്യമായി ചികിത്സ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ UDF-നെ വിശ്വസിക്കണോ LDF-നെ വിശ്വസിക്കണോ എന്ന് പറയുന്ന ഒരു ധർമ്മസങ്കടം ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുണ്ട്. ആരെ വിശ്വസത്തിലെടുക്കണം? കാര്യം രണ്ടുപേരും അവതരിപ്പിക്കാൻ പോകുന്ന പ്രകടന പത്രികയാണ്. ഇവിടെ വന്നിട്ട് 5 ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി ഗ്യാരണ്ടികൾ 5 അവതരിപ്പിച്ചു. ഈ 5 ഗ്യാരണ്ടിയിൽ ഈ പറയുന്ന 3000 രൂപ ക്ഷേമ പെൻഷൻ, അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പോഴും വയോജനങ്ങൾക്ക് വേണ്ടി പകൽ വീട് പോലെയുള്ള നിരവധി പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുകയും ചെയ്യുന്നൊക്കെയുണ്ട്. വയോജന സംരക്ഷണ നിയമം അങ്ങനെ തുടങ്ങി ഒരുപാട് വയോജന സൗഹൃദം എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇനി നമ്മളുടെ ഈ ചോദ്യത്തിലേക്ക് വരികയാണ്, നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? UDF-നെ ആണോ വിശ്വസിക്കേണ്ടത്? LDF-നെ ആണോ വിശ്വസിക്കേണ്ടത്? നമ്മുടെ മുന്നിലുണ്ട്, നമുക്ക് പെൻഷൻ കിട്ടാതെ പോയൊരു 18 മാസക്കാലം ഇതിനു മുൻപ് 2016 വരെയുള്ളൊരു കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ട്. 11 മുതൽ 16 വരെ ഏകദേശം 18 മാസത്തോളം കുടിശ്ശിക വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കുടിശ്ശിക കൊടുത്തു തീർത്തത് ആരാണ്? ഈ TM തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യമന്ത്രി അന്ന് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ആ പെൻഷനിലുണ്ടായിരുന്ന കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തത്. അതായത് ഉമ്മൻചാണ്ടി കുടിശ്ശിക ഇട്ടിട്ട് പോയത്. അതിനുമുമ്പ് ആന്റണി കുടിശ്ശികിട്ടിരുന്നതെല്ലാം പിന്നീട് VS അച്യുതാനന്ദ സർക്കാരിന് കൊടുത്തു തീർക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതെല്ലാം പിന്നെ ഓരോ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ വരുന്ന ഇടതുപക്ഷ സർക്കാരുകൾ കൊടുത്തു തീർത്തിട്ടുണ്ട് കുടിശ്ശികകളെല്ലാം. അത് കാലാകാലങ്ങളായി സംഭവിക്കുന്ന കാര്യമാണ് കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നുള്ളത്. അപ്പം പൂർണ്ണമായും ഇതുവരെ 10 വർഷത്തെ ഒരു വിശ്വാസം അനുസരിച്ച് 10 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഇത് വെറുമൊരു വാഗ്ദാനമായി ഈ കാര്യങ്ങളൊന്നും ചുരുങ്ങിപ്പോകില്ല എന്ന് ഒറ്റ ഉറപ്പ് മാത്രമേ ഉള്ളൂ. അത് LDF-ൽ തരുന്ന ഉറപ്പ് മാത്രം. UDF-നെ അക്കാര്യത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ പോലും നമുക്കറിയാം, ഇപ്പോൾ 25 ലക്ഷം രൂപയുടെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുമൂലം അതിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഇത് അവിടെ ഒരു വ്യക്തതയുമില്ല. ആർക്ക് ഞാൻ നേരത്തെ ആ വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ളതെന്ന്. ആർക്കും ഉത്തരവാദിത്തമൊന്നുമില്ല. കുറേ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അത് തന്നെ തുടക്കം തന്നെ പാളിപ്പോയി. അപ്പോൾ ഇത് നടപ്പിലാക്കേണ്ടത് നിലവിൽ അധികാരത്തിൽ കയറാൻ സാധ്യതയുള്ള ഒരു സർക്കാരാണ് നടപ്പിലാക്കേണ്ടത്. പിന്നെ നമുക്കറിയാം ഇപ്പം രാഹുൽ ഗാന്ധി, പിന്നെ നമ്മുടെ VD സതീശൻ, സണ്ണി ജോസഫ്, K സുധാകരൻ, KC വേണുഗോപാൽ, അങ്ങനെ കുറേ നേതാക്കന്മാരെല്ലാം കൂടെ ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇനി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് വിജയിക്കാൻ കഴിയുമായിരുന്ന അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്ന 5 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ 5 വർഷത്തിനകത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ 10 വർഷത്തിനകത്ത് വെച്ചുകൊണ്ടോ ഈ കോൺഗ്രസ്സുകാർ ജനങ്ങളെ എങ്ങനെയാണ് ചൂഷണം ചെയ്തത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതായത് ഒന്നാമത്തെ കാര്യം പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനർജനി പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി ഉണ്ടാക്കുകയും വിദേശത്ത് നിന്നടക്കം കോടിക്കണക്കിന് രൂപ കൊണ്ടുവരികയും ചെയ്ത ഒരാളാണ് VD സതീശൻ. ഇത് കൂടാതെ കോൺഗ്രസ് എന്ന് പറയുന്ന KPCC ഇവിടെ വീടുകൾ, ഈ പ്രളയത്തിൽ തകർന്നു പോയവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കുന്ന ഒരു പദ്ധതി അവർ ആസൂത്രണം ചെയ്തു. എന്നിട്ട് എത്ര വീടുകൾ അവർ വെച്ചു കൊടുത്തു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഒരു അധികാരം കയ്യിൽ ഇല്ലാത്തപ്പോഴല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കേണ്ടത്?
ജനങ്ങളോടുള്ള തങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് പ്രകടിപ്പിക്കേണ്ടത്. കാരണം എന്താ, അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം, അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടെന്നും ഞങ്ങൾ നിങ്ങളെ വഞ്ചിക്കില്ല എന്നും ജനങ്ങളുടെ മുമ്പിൽ ഒരു തോന്നലുണ്ടാക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. എന്നാൽ ആ കഴിഞ്ഞ 2021 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി ചെയ്തത് വഞ്ചനയായിരുന്നു. ആ വഞ്ചനയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രളയത്തിൽ വീട് തകർന്നവർക്ക് വേണ്ടി പണം പിരിച്ചിട്ട് വീട് വെച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഇനി വീണ്ടും അവർക്കൊരു സാഹചര്യം കൂടി കൊടുക്കുന്നു. വീണ്ടും ഒരു സാഹചര്യം കൂടി എന്താ കൊടുത്തത്? വീണ്ടും ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, നിരവധി ആളുകൾ മരണപ്പെടുന്നു, വീടുകളുടെ ആവശ്യം വരുന്നു. അപ്പോഴും ഇവിടെ വയനാട്ടിലേക്ക് പിരിച്ചെടുത്ത കോടികൾ എവിടെയാണ്, എന്താണ് എന്ന് പോലും അറിയില്ല. ഈ പിരിച്ചെടുത്ത പണം എവിടെ നിന്നാണ് പിരിച്ചെടുത്തത്? വി.ഡി. സതീശൻ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചതാണെന്ന് പറയുന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല, ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്, കേരളത്തിൽ നിന്ന്. അപ്പം ഈ രണ്ട് രീതിയിലും ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഈ രണ്ട് രീതിയിലും കോൺഗ്രസ് ജനങ്ങളോട് ആഭിമുഖ്യമുള്ള തരത്തിൽ പെരുമാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന വാഗ്ദാനങ്ങൾ വെറും വാഗ്ദാനമായി മാത്രം അവശേഷിക്കുന്നു, അല്ലാതെ ഇതൊന്നും പ്രാവർത്തികമാകാൻ പോകുന്നില്ല എന്നുള്ളൊരു സന്ദേശം ഈ രണ്ട് ടേമുകളിലായി ജനത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പ്രളയത്തിലൊന്നും ചെയ്തിട്ടില്ല, ഈ പറയുന്ന വയനാട് ചെയ്തിട്ടില്ല. വയനാട്ടിലാണെങ്കിൽ അങ്ങേയറ്റം അഴിമതി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം 26-ാം തീയതി ഒരു പന്തൽ വിട്ട് അവിടെ കുറേ ആൾക്കാരെയും വിളിച്ചു കൂട്ടി. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അവരുടെ മുതിർന്ന നേതാവ് വരുന്നു, ഈ ദേശീയ നേതാവ് വരുന്നു, പിന്നെ അതോടൊപ്പം തന്നെ MP ആയിരിക്കുന്ന ആൾ വരുന്നു, ഈ പ്രിയങ്ക ഗാന്ധി വരുന്നു. എന്നിട്ട് ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചിട്ട് പോയവരല്ലേ? എന്നിട്ട് ഇതുവരെയായി ആ ഭൂമിയിൽ ഒരു കല്ലിൻ്റെ പുറത്ത് മറ്റൊരു കല്ലെടുത്ത് വയ്ക്കാൻ ഇതുവരെയായി കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് കോൺഗ്രസിനെ അവിശ്വസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഇടതുപക്ഷത്തെ വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ ഇതുവരെ നടത്തി വന്ന എല്ലാ കാര്യങ്ങളെയും വെറുതെ എടുത്ത് പരിശോധിച്ചാൽ മതി. എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്, വീടുകളിലേക്ക് പെൻഷൻ എത്തിക്കുന്നുണ്ട്. ഇതെല്ലാം സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും സർക്കാരിനെ മാത്രമേ, അല്ലെങ്കിൽ ഇടത് സർക്കാരിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. പെൻഷൻ കുടിശ്ശിക വന്ന സമയത്ത് ആ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട നേതാക്കന്മാരും അവിടുത്തെ പ്രവർത്തകരുമാണ് രാവിലെ മുതൽ ഇറങ്ങി ഈ വീടുകളിലേക്ക് പെൻഷൻ കൊണ്ട് വിതരണം ചെയ്തതെന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്മൂമ്മമാർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഇടതുപക്ഷം ജനങ്ങളോട് പെരുമാറുന്നത്. എന്നാൽ UDF ജനങ്ങളോട് പെരുമാറിയത് എങ്ങനെയാണെന്നും ഈ പൊതുജനത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ DYFI എന്ന് പറയുന്ന ഒരു യുവജന സംഘടന അവിടെ പോയിന്നുകൊണ്ട് ആശുപത്രികളിലേക്ക് പൊതിച്ചോറ് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ട് പൊതിച്ചോറ് വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ ചൂരൽമലയിലേക്ക് 178 TV-കൾ അവർ സംഭാവന ചെയ്യുന്നു. 100 വീടുകൾ വെക്കാനുള്ള പണം 20 കോടിയോളം രൂപ അവർ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇത്രയും ചെയ്ത LDF-ൻ്റെ യുവജന സംഘടന അല്ലെങ്കിൽ CPM-ൻ്റെ യുവജന സംഘടനയായ DYFI ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഇവിടെ അവിടത്തേക്ക് വീട് വെക്കാൻ വേണ്ടി 30 വീട് വാഗ്ദാനം ചെയ്തവർ പിടിച്ച കോടികൾ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഇതിനകത്ത് പെട്ട പ്രമുഖരായ നേതാക്കന്മാരിലെ ഏറ്റവും പ്രമുഖനായ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഇവിടെ ഈ തന്നെയുമല്ല DYFI നടത്തുന്ന പൊതിച്ചോറിനകത്ത് അനാശാസ്യമുണ്ട് എന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു, ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ അനാശാസ്യ വിഷയത്തിൽ പുറത്തേക്ക് പോകുന്നു. തൊട്ടു പിന്നാലെ ഇവിടെ പിരിച്ച കോടികൾ എവിടെയെന്ന് പോലും ആർക്കും അറിയുന്നില്ല. ഇവിടെ മറ്റൊരാൾ തൊട്ടു പിന്നാലെ പാലക്കാട് നിന്നുള്ള ഒരു കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ, അതും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം അടുപ്പമുള്ള ഒരു നേതാവ് പിടിയിലാവുന്നു, ഇപ്പോൾ ഒരു പീഡന കേസിൽ പ്രതിയുമാവുന്നു. ഇതാണ് രണ്ട് യുവജന സംഘടനകൾ കേരളത്തിലെ ജനങ്ങളോട് ചെയ്തത് തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ നേരത്തെ LDF എന്ന് പറയുന്ന ഒരു മുന്നണി ഇവിടുത്തെ ജനങ്ങളോട് കഴിഞ്ഞ 10 കൊല്ലമായി ചെയ്യുന്നതും കഴിഞ്ഞ 10 കൊല്ലമായി UDF എന്ന് പറയുന്ന മുന്നണിയും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും ഞാൻ സൂചിപ്പിച്ചു. ഇനിയും DYFI എന്ന് പറയുന്ന ഒരു യുവജന സംഘടന കഴിഞ്ഞ 10 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രകടന പത്രികകൾ വരുമ്പോൾ ജനം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്: ആര് വന്നാലാണ് വാഗ്ദാനമായി മാത്രം ഇരിക്കുന്നതെന്നും ആര് വന്നാലാണ് പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ള കാര്യവും മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ വെറുതെ നിങ്ങളുടെ നാട്ടിലെ റോഡുകളിലേക്ക് പോവുക, നിങ്ങളുടെ നാട്ടിലെ സർക്കാർ സ്കൂളുകളിലേക്കും ആശുപത്രികളിലേക്കും പോവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഏറ്റവും മികച്ചത് എന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.